വലിയ കടമ്പയായത്. എങ്ങനെ അവർ ഇതിനകത്ത് രക്ഷപ്പെടുമെന്ന് നമുക്കറിയത്തില്ല. KSRTC ഓർ പ്രൈവറ്റ് രണ്ടുപേരെയും സംരക്ഷിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാപനത്തെ രണ്ടെണ്ണത്തിനെയും ഇവർ സംരക്ഷിക്കോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ നല്ലൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. എല്ലാ ബസ്സിലും എന്നാ പറഞ്ഞത്. ഇതിപ്പോ ഓർഡിനറിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനി ഈ 3 മാസം കഴിയുമ്പോൾ ഇവര് ആരെ പോകരുത്. ഇത്രയും നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മളെ സർക്കാർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ? ആ സന്തോഷത്തിലിരിക്കുകയാണ്. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് സ്ത്രീ യാത്രക്കാർ ഈ ഒരു പദ്ധതിയെ നോക്കിക്കാണുന്നത്. യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് ഡെയിലി പോകുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ബസ്സുകൾ കുറവുള്ള റൂട്ടിൽ കൂടുതൽ ബസ്സുകൾ വരണം. ഇപ്പം ബസ്സില്ല. രാവിലെ 8:45 കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 4:45 ഉള്ളൂ. അപ്പം നമുക്ക് ഇതുകൊണ്ട് വലിയ ഇതല്ല, ഇത് നല്ല കാര്യമായിരുന്നു. 2-3 ബസ് കൂടെ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പോകാനും വരാനും. പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? എല്ലാവരും ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. നമുക്ക് സൗജന്യ യാത്ര വേണം. നമ്മൾ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്, അവരും ജോലി ചെയ്താൽ ജീവിക്കുന്നത്. ഇതിൽ രണ്ടിനും വേറെ വ്യത്യാസം കാണിച്ചിരിക്കുന്നത് എന്താ? സമത്വമാവേണ്ടത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു ഇത് വന്നത് അധികം സന്തോഷമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള സ്ഥിരം ജോലിക്ക് വരുന്നവർക്ക് നല്ലൊരു ഉപകാരമായിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ സേവിങ് ആണിത്. ബസ് ഫെയർ ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവുന്നത്. അത് നമുക്ക് സേവിങ് ആവുന്നുണ്ട്. വീട്ടിലേക്ക് ഉപകാരമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് മുന്നോട്ടും വരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികൾക്കാണേലും അത് സ്ത്രീകൾക്ക് എല്ലാവർക്കും ആയില്ലേ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണേലും ഇത്. പിന്നെ ഓർഡിനറി നോക്കി നിൽക്കുന്ന ആ ഒരു ഇത് മാത്രമേ വരത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടും അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ഒരു നിമിഷം ഇരിക്കുന്ന അതിനാണ്. നമുക്ക് ആ ഒരു ഫ്രീ സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ്. ആദ്യമായി സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്ന ത്രില്ലിലാണ്. ആ ത്രില്ലിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇത്രയും നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മളെ സർക്കാർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ? ആ സന്തോഷത്തിലിരിക്കുകയാണ്. വളരെ നല്ലൊരു ഇതാണ്. ഇപ്പോൾ ഉള്ള ബസ്സുകളെങ്കിലും സമയത്തിന് കുറയ്ക്കാതെ പോവുക. സാധാരണക്കാർക്കും ഫിനാൻഷ്യലി ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കും വളരെ നല്ലൊരു തീരുമാനമാണ്. KSRTCയെ സംരക്ഷിക്കണം. പൊതുജനങ്ങളുടെ ഒരു സ്ഥാപനമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. അവരെ നോക്കണം. വലിയ കടമ്പയായത്. എങ്ങനെ അവർ ഇതിനകത്ത് രക്ഷപ്പെടുമെന്ന് നമുക്കറിയത്തില്ല. സ്വകാര്യ സ്ഥാപനങ്ങളെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏതർ KSRTC ഓർ പ്രൈവറ്റ് രണ്ടുപേരെയും സംരക്ഷിക്കണം. കാരണം യാത്രയാണ് ഒരു നാഗരികതയുടെ അടിസ്ഥാന വിഷയം. ആ നാഗരികതയെ സംരക്ഷിക്കാൻ ഏത് ഗവൺമെൻറ് ആയാലും, UDF ആയാലും LDF ആയാലും സംരക്ഷിക്കാൻ ഒരു ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് KSRTC ആയാലും പ്രൈവറ്റ് ആയാലും അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. പുതിയ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാപനത്തെ രണ്ടെണ്ണത്തിനെയും ഇവർ സംരക്ഷിക്കോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണിത്. പ്രൈവറ്റ് ജോലിയിലുള്ള ഒരു ദിവസവേതനക്കാർ അങ്ങനെയുള്ള സ്ത്രീകളാണ് കൂടുതൽ ഓർഡിനറി ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് കൂടുതൽ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയദർശിനി യാത്ര കൂടുതൽ പ്രിയങ്കരമായി മുന്നോട്ട് പോകട്ടെ. എല്ലാ ബസ്സിലും എന്നാ പറഞ്ഞത്. ഇതിപ്പോ ഓർഡിനറിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനി ഈ 3 മാസം കഴിയുമ്പോൾ ഇവര് ആരെ പോകരുത്. പണി മേടിച്ച് വെട്ടാനുള്ള പണി നോക്കരുത്. ഞങ്ങളോട് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചു കാണിച്ചാൽ ഞങ്ങളും പണി കൊടുക്കും. പിന്നെ അത് പിൻവലിക്കരുത്. പിൻവലിച്ചാൽ പണി കൊടുത്തിരിക്കും. ഞങ്ങൾ BJP-ക്കാരായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവരുടെ വാക്ക് പാലിച്ചാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം പെൻഷൻകാരുടെ പെൻഷൻ 3000 ആക്കിയിട്ടില്ല. ഇനി അതിന് വേറെ പണി അവർ കൊടുക്കാനായിട്ട് മറ്റേ പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഒരുങ്ങി നിൽപ്പുണ്ട്. BJP-ക്കാരായിരുന്നു ഈ സൗജന്യ യാത്ര പ്രഖ്യാപനമൊക്കെ കേട്ട് UDF വോട്ട് ചെയ്തതാ. ഈ 10 വർഷം നമ്മൾ ഒത്തിരി അനുഭവിച്ചില്ലേ. അതിന്റെ ഫലമായിട്ട് ഇവർ ഇനിയും കയറട്ടെന്നും കൊണ്ട് ഇവർക്ക് തന്നെ ചെയ്തതാ. അവർ വാക്ക് പാലിക്കണം. വാക്ക് പാലിച്ചില്ലേ പണി കൊടുക്കും. ഇപ്പൊ സന്തോഷമുണ്ട്. എല്ലാ ബസ്സുകളിലും തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പൊ അവർക്ക് കടമൊക്കെ അല്ലേ. നമുക്കിപ്പം ഫ്രീ ആയിട്ട് ഓർഡിനറിയെ തന്നാ തരട്ടെ. അവര് നേരെ നിന്ന് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ നിലവിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ചെയ്താൽ മതി. വളരെ സന്തോഷം. എല്ലാ സ്ത്രീകൾക്കും പ്രയോജനപ്പെടട്ടെ. സ്ഥിരമായി യാത്ര ചെയ്യുന്നതാണ്. ഈ റൂട്ടല്ല, ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നതായിരുന്നു. ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. ഉപകാരമാണ് തീർച്ചയായും. സത്യം പറയുന്നത് സ്വാഗതാർഹമാണ്. ആയിക്കോട്ടെ, സ്ത്രീകൾക്ക് കൊടുക്കുക. പക്ഷേ ഇതിപ്പോൾ പല വാർത്തകളും ഉണ്ടായിരുന്നു. പുരുഷന്മാർക്കും ഒത്തിരി ഇന്നൊരു സ്ഥലത്ത് പുരുഷന്മാരെ
മാത്രം മടക്കെങ്ങാണ്ട് സൗജന്യ യാത്ര എന്ന് പറഞ്ഞൊരു പ്രൈവറ്റുകാരൻ ഇറങ്ങി. അപ്പോൾ അതും അവർക്ക് വേണം. പുരുഷന്മാർക്ക്, മുതിർന്ന പുരുഷന്മാർക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ല, അതാണ് നമ്മുടെ അഭിപ്രായം. മുതിർന്നവർക്ക് മാത്രമേ, അതായത് സീനിയർ സിറ്റിസൺ, അത് ഒരു പക്ഷേ കുറേ നടപ്പിലായി വരും. ഓക്കെ. ഒത്തിരി സാലറി ഉണ്ടായി കിട്ടാത്തൊരു കാലഘട്ടത്തിൽ ഇപ്പം ഇങ്ങനെ കിട്ടിയത് ഭയങ്കര സന്തോഷം. ഒത്തിരി വീട്ടമ്മമാർക്ക് ഉപകാരമാണ്. ചെറിയ ജോലി ചെയ്യുന്നവർക്കും അന്നന്ന് കൊണ്ടുവരുന്ന കഴിയുന്നവർക്കും ഒക്കെ ഭയങ്കര ഉപകാരമുള്ളതാണ്. നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. സ്ത്രീകൾക്കും പെൻഷനുണ്ട്, എല്ലാവർക്കും പെൻഷനുള്ള ആൾക്കാരാ. അന്നപ്പോഴത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് രണ്ടുപേരെയും തുല്യമായിട്ട് നോക്കണമായിരുന്നു. 60-ന് മേളിലോട്ടുള്ളവർക്ക് കൊടുക്കണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലത്. നമ്മുടെ ഒക്കെ ടാക്സ് മേടിച്ചിട്ടല്ലേ അവർ ഈ ഫ്രീ കൊടുക്കുന്നത്. ടാക്സ് നമ്മൾ ജോലി ചെയ്യുന്ന കാശിൻ്റെ ടാക്സ് മേടിച്ചിട്ടാണ് അവർ ഈ ഫ്രീ കൊടുക്കുന്നത്. അപ്പോൾ അത് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത് കാശ് കൊണ്ടുവരുന്നത്. അത് തന്നെ, അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ലതായിരുന്നു. 60 ദിവസം മേളിലുള്ളവർക്ക് ഫ്രീ ആയിട്ട്